നമസ്കാരം. ജനത്തെ പറ്റിക്കാൻ വേണ്ടി ഖജനാവിൽ നിന്നും കോടികൾ വാരിയെറിഞ്ഞ് ഹോർഡിങ്സുകളും ബിൽബോർഡുകളും സ്ഥാപിച്ച് ചാനലുകളും പത്രങ്ങളും സോഷ്യൽ മീഡിയയും വിലക്കെടുത്ത് മൂന്നാം ഭരണം ഉറപ്പാക്കുന്നു എന്ന വ്യാജ നറേറ്റീവ് സൃഷ്ടിക്കുകയായിരുന്നു പിണറായി വിജയൻ ഇതുവരെ. പക്ഷെ പിണറായിക്ക് മനസ്സിലായി ഇത് നടക്കില്ല, ജനങ്ങൾ ഈ കെണിയിൽ വീഴുന്നില്ല എന്ന്. ഇതോടുകൂടി പിണറായിയുടെ സമനില തെറ്റിയ അവസ്ഥയിലാണ്. കേറിവാടാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് നടത്തിയ PR ക്യാമ്പയിൻ അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞുപോയി. സകലരെയും വെറുപ്പിച്ച് പിണറായി ഇടതുപക്ഷത്തിന്റെ തോൽവി ഉറപ്പാക്കുകയാണ്. കോന്നിയിലായിരുന്നു പിണറായി വിജയന്റെ ആ ഗംഭീര പ്രകടനത്തിന്റെ തുടക്കം. കോന്നിയിലെ സമ്മേളന വേദിയിൽ ഒരു കട്ട സഖാവാണ് ചോദിച്ചത്, ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന്. വീട്ടിൽ പോയി ചോദിക്കട എന്ന് പിണറായി പറഞ്ഞത് കേവലം കോന്നിയിലല്ല ഒതുങ്ങി നിൽക്കുന്നത്. മറുനാടൻ്റെ സർവേ ടീം ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചങ്ക് പൊട്ടി പറയുകയാണ്, അങ്ങനെ വീട്ടിൽ പോയി ചോദിക്കട എന്ന് പറഞ്ഞ ഒരു സഖാവിനെ ഞങ്ങൾക്ക് വേണ്ടെന്ന്. അതുകൊണ്ടാണ് സർവേയിൽ പലരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ട് പിണറായി തോൽക്കണം എന്ന് എഴുതി വയ്ക്കുന്നത്. അത്രമാത്രം ജനങ്ങൾ പിണറായിയെ വെറുത്തു തുടങ്ങി. സഖാക്കൾക്ക് പിണറായി ഇല്ലാത്ത ഒരു കാലം മതി എന്ന് തോന്നൽ ശക്തമായി. ആ വെറുപ്പിക്കൽ പിണറായി തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് കൊല്ലത്തായിരുന്നു പിണറായിയുടെ വെറുപ്പിക്കൽ നാടകം. കൊല്ലത്ത് പിണറായി എത്തുന്നത് പ്രമാണിച്ച് മാധ്യമ സമ്മേളനം സംഘടിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ പിണറായി തന്നെ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തുന്നു. പിണറായിയുടെ പത്രസമ്മേളനങ്ങളിലെല്ലാം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൈരളിയും ദേശാഭിമാനിയും റിപ്പോർട്ടർ ചാനലുമാണ്. പിന്നീട് ചോദ്യത്തിന് അവസരം കിട്ടുന്നത് മറ്റ് ചാനലുകളിലെ ഇടതുപക്ഷക്കാരായ പഴയ SFIക്കാരായ CPM വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്ന ബുദ്ധിജീവി സ്വയം ചമഞ്ഞു നടക്കുന്ന മാധ്യമപ്രവർത്തകരാണ്. അത് കഴിഞ്ഞ് മര്യാദയ്ക്ക് പണിയെടുക്കുന്ന പത്രക്കാർക്ക് ചോദിക്കാൻ അവസരം കിട്ടും. ഇതെല്ലാവർക്കും അറിയാം, അവർ കാത്തിരിക്കും അവരുടെ ഊഴത്തിന് വേണ്ടി. എന്നാൽ കൊല്ലത്ത് സംഭവിച്ചത് ദേശാഭിമാനിയുടെ ഒരു ചോദ്യവും കൈരളിയുടെ 2 ചോദ്യവും കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ സമയം കഴിഞ്ഞു, ഇന്നിനി ചോദ്യവും ഉത്തരവുമില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോയി. പണ്ടൊക്കെയായിരുന്ന പത്രക്കാർ പഞ്ചപുച്ഛമടക്കി എണീറ്റ് പോകുമായിരുന്നു. കടക്കൂ പുറത്തെ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ കെട്ടും ഭാണ്ഡവും എടുത്ത് പുറത്തേക്ക് വരുന്ന പത്രക്കാരെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഭരണം പോകുമെന്ന് മാധ്യമപ്രവർത്തകർക്കും ഉറപ്പായതുകൊണ്ട് അവർ അല്പം ചങ്കൂറ്റം കാണിച്ചു തുടങ്ങി. അവർ പറഞ്ഞു, ഇത് ശരിയല്ല, അങ്ങ് ഞങ്ങളെ പത്രസമ്മേളനത്തിന് ക്ഷണിച്ചത്, അങ്ങ് ഞങ്ങളെത്തിയത് അങ്ങ് പത്രസമ്മേളനത്തിന് ക്ഷണിച്ചിട്ടാണ്. എന്നിട്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പത്രസമ്മേളനം നടത്തിയത്? മാധ്യമപ്രവർത്തകർ ബഹളം വെച്ചു. പിണറായി മനസ്സില്ല മനസ്സോടെ വന്ന് വീണ്ടും പത്രക്കാരെ ചീത്ത വിളിച്ചുകൊണ്ട് ആ പത്രസമ്മേളനം പൂർത്തിയാക്കി. ഞങ്ങളെ വിളിച്ചു വരുത്തുന്ന ആ 2 കൈരളിയിലെ ദേശാഭിമാനി റിപ്പോർട്ടർമാരെ ചോദിച്ചു, നിങ്ങൾക്ക് അന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറെ നേരം ഇവിടെ ചോദിക്കുന്നുണ്ട്. മോശമാണ്, ആരെയാ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അങ്ങാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആളും മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യാൻ തയ്യാറാണ്. മോശമാണ് ചെയ്യാൻ പറ്റുന്നത്. ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചോദിക്കാൻ സമ്മതിക്കാത്തത്. ചോദിക്കാൻ അവസരം ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പൊ പ്രകടമായത്. ഇതേതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങൾ എല്ലാവരും ചോദിച്ചു, നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കല്ലേ. നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ ഒരു പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരൂ. അപ്പൊ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഇതോടുകൂടി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞ അതേ വാചകം ഇവിടുത്തെ സകല മനുഷ്യരും പറയാൻ തുടങ്ങി. ഇയാൾക്ക് വേറെന്തോ സൂക്കേടാണ്. ഇത് മലയാള ഭാഷയ്ക്ക് സംഭാവന നൽകിയത് പിണറായിയാണ് കേട്ടോ. ഇന്നലെ പിണറായിയുടെ പത്രസമ്മേളനത്തിൽ വെച്ച് SDPയെ കുറിച്ച് ചില ചോദ്യങ്ങളുണ്ടായി. പിണറായിക്ക് സഹിക്കാനേ പറ്റുന്നത്. SDPI എന്ന് കേട്ടാൽ കലിപ്പാണ്. പിണറായിയുടെ കാഞ്ഞ ബുദ്ധിയിൽ രൂപപ്പെട്ട ഒരാശയമായിരുന്നു SDPIയും PDPയുമായുള്ള ബന്ധം. BJPയുമായാണ് പിണറായിക്കും CPMനും ബാന്ധവം എന്ന് UDF പറഞ്ഞു പരത്തുമ്പോൾ ആ മറവിൽ SDPIയോടും PDPയോടും പിണറായിയും CPMും ബന്ധമുണ്ടാക്കി. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയുമാണ് UDFന്റെ സഖ്യകക്ഷികൾ എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നതിനിടയിൽ ആരും അറിയാതെ
അവരെക്കാൾ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം പുലർത്തുന്ന SDPI-യോടും PDP-യോടും സഖ്യത്തിലേർപ്പെടുകയായിരുന്നു പിണറായി. ഈ സഖ്യം വളരെ വ്യക്തമാണ്. രമേശ് ചെന്നിത്തല ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കേരളത്തിൽ SDPI CPM തമ്മിൽ പരസ്യധാരണയാണ്. 2 സ്ഥാനാർത്ഥികൾ മങ്കടയിലും പിന്നെ വേങ്ങര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളായവരാണ് ഇപ്പോൾ CPM സ്ഥാനാർത്ഥികൾ. മാത്രവുമല്ല കേരളത്തിൽ ഉടനീളം SDPI PDP തുടങ്ങിയവരുമായിട്ട് ബന്ധമുണ്ടാക്കിയത് ഇവരാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടാണ് SDPI-യുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നത്. മങ്കടയിലെയും വേങ്ങരയിലെയും കാര്യം നോക്കുക. ഇത് തന്നെയാണ് സംഭവിച്ചത്. വേങ്ങരയിലെ LDF-ന്റെ സ്ഥാനാർത്ഥി പഴയ SDPI-കാരനാണ്. SDPI-യോട് മത്സരിച്ചിട്ടുള്ള ആളാണ്. മങ്കടയിലും അങ്ങനെ തന്നെയായിരുന്നു, പിന്നീട് മാറ്റിയെങ്കിലും. വേങ്ങരയിൽ UDF-നെ തോൽപ്പിക്കുക പ്രയാസമാണ്. കാരണം ലീഗ് എപ്പോഴും 30,000 വോട്ടിന് ഭൂരിപക്ഷത്തിലധികം നേടുന്നതാണ്. അവിടേക്ക് KM ഷാജി കൊണ്ടു നിർത്തുമ്പോൾ ഒരിക്കലും തോക്കില്ല. എങ്കിൽ പോലും SDPI-യുടെ ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്തൊരു സഖ്യത്തിന് അവർ സാധ്യതയുണ്ടാക്കി. SDPI-ക്ക് ഒരു സ്ഥാനാർത്ഥിയെ വേണമായിരുന്നു. അങ്ങനെ അപ്രഖ്യാപിത സഖ്യത്തിലൂടെ SDPI-ക്ക് ഒരു സീറ്റ് പോലും കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ. ഇത് തന്നെയാണ് മദനിയോടുള്ള ബന്ധം. എന്നിട്ട് പറയും ഞങ്ങൾക്ക് മതവർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന്. ഇപ്പോൾ പറയുന്നു അങ്ങനെയല്ല, ആര് വോട്ട് നൽകിയാലും ഞങ്ങൾ സ്വീകരിക്കും. SDPI നൽകിയാലും കുഴപ്പമില്ല, PDP നൽകിയാലും കുഴപ്പമില്ല. ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പേരിൽ UDF-നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അതേ CPM രഹസ്യമായി SDPI-യോടും PDP-യോടും ധാരണയിലെത്തിയിരിക്കുന്നു. SDPI-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾക്ക് CPM-നോട് വിരോധമൊന്നുമില്ല എന്നാണ്. കാരണം അവർക്ക് അംഗീകാരം കിട്ടുന്നത് എവിടെയാണോ അവിടെ അവർ കൈകൊടുക്കും. ഇതാണ് SDPI-യുടെ രീതി. ഇത് പൊളിഞ്ഞതോടുകൂടി പിണറായിക്ക് കലിപ്പായി. ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഇയാൾക്ക് വേറെന്തോ സൂക്കേടാണ് എന്ന് പറഞ്ഞ് പിണറായി പൊട്ടിത്തെറിക്കുകയും കോപ്രായം കാട്ടുകയുമായിരുന്നു. മങ്കടയിലെ LDF സ്ഥാനാർത്ഥി SDPI-കാരനാണെന്നാണോ പറയുന്നത്? സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയല്ലേ? സ്ഥാനാർത്ഥിയോട് നിങ്ങളെന്ത് ചോദിച്ചു എന്ന് എനിക്ക് പറയാവൂ. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലേ മറുപടി ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടാണ് അറിയേണ്ടതെങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്. എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. ഈ വർഗീയതയോടെല്ലാം ശക്തമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ വിഷമത്തിനൊക്കെ മനസ്സിലാകുന്നുണ്ട്. ആ വിഷമം കൊണ്ട് നടക്കി. ഇയാൾക്ക് വേറെ എന്തോ സുഖമാണ് കേട്ടോ. ഇനി അത് ഞാൻ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ എന്തോ അതിൻ്റെയും കൊണ്ട് വന്നിരിക്കുക. ഏതോ ഒരു ഞാൻ സാധാരണ അങ്ങനെ ചോദിക്കില്ല, പക്ഷെ എന്തോ പ്രത്യേക അജണ്ടയായിട്ട് വന്നാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഈ പത്രസമ്മേളനം തന്നെ അലങ്കോലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു രീതിയിലല്ല വേണ്ടത്. SDPI-യെ കുറിച്ച് ഞാനാണോ മറുപടി പറയുന്നത്? SDPI-ക്കാരോട് നിങ്ങൾ പോയി ചോദിക്കണോ? ഇത് കടക്കൂപ്പുറത്തിന്റെ തുടർച്ചയാണെന്ന് ഓർക്കണം. എവിടെ ചെന്നാലും പിണറായിക്ക് കലിപ്പാണ്. ഒന്ന് തോൽവിയുടെ സാധ്യതയുണ്ട്, അത് മറയ്ക്കാൻ വേണ്ടി PR ക്യാമ്പയിൻ നടത്തി, കയറി വാട മക്കളെ എന്ന ഇമേജ് ഉണ്ടാക്കി, മോഹൻലാലിനെ കൊണ്ട് നല്ല വാക്ക് പറയിപ്പിച്ച സന്യാസി ആണ് എന്ന് പറയിപ്പിച്ചു. പിന്നെ സകല നേതാക്കളും, കേരളം കണ്ട ഏറ്റവും വിശ്രുതനായ മാധ്യമപ്രവർത്തകൻ ശശികുമാറിനെ കൊണ്ട് പോലും PR വർക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ നാടുനീളെ എല്ലാ തരത്തിലും എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച പിണറായി ഇപ്പോൾ നീലക്കുറുക്കൻ കൂവി അവസ്ഥയിലായി. തനി നിറം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കലിപ്പ് അങ്ങോട്ട് കയറിയിട്ട് എല്ലാവരുടെയും പുറത്തു കയറുന്ന പിണറായിയായി മാറി. SDPI-ആയിട്ടുള്ള ബന്ധമൊക്കെ സഖാക്കൾ ക്ഷമിക്കില്ല. അവരുടെ വട്ടവടയിലെ സഖാവ് അഭിമന്യുവിനെ കുത്തിമലർത്തിയപ്പോൾ SDPI-ക്കെതിരെ രംഗത്ത് വന്നവരാണ് ഈ CPM-കാർ. അന്ന് അഭിമന്യുവിൻ്റെ അമ്മയുടെ കരച്ചിൽ സഖാക്കൾ വലിയ തോതിൽ മാർക്കറ്റ് ചെയ്തതാണ്. അതേ SDPI-യോടാണ് ഇവർ സഖ്യം കൂടിയിരിക്കുന്നത്. ഈ സഖ്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പിണറായിക്ക് കലിപ്പ് വരുന്നു. ഈ പിണറായിയുടെ അസഹിഷ്ണുത അത് പെരുകി വരികയാണ്. CPM സ്ഥാനാർത്ഥികൾക്ക് പേടിയെ പിണറായി വന്നാൽ തോൽക്കുന്ന അവസ്ഥയാണ്. പിണറായിയെ കണ്ടാൽ 10 വോട്ട് പോകും. പിണറായി ഓടി ക്യാമ്പയിന് വരുന്നുണ്ട്, ക്യാമ്പയിൻ ലീഡർ തന്നെയാണ്. പക്ഷെ പിണറായി വന്ന് പ്രസംഗിച്ചാൽ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിക്കും, അതോടെ ഉള്ള വോട്ട് പോകുന്ന അവസ്ഥയാണ്. സഖാക്കൾ പോലും വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് പിണറായി വരാതിരിക്കണേ എന്നാണ് സഖാക്കളുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്. MLA-മാർ പലരും അവരവരുടെ മണ്ഡലത്തിൽ നല്ല നിലയിൽ പേരെടുത്തിട്ടുള്ളവരാണ്. അവർക്ക് പ്രതിസന്ധിയായി മാറുന്നത് പിണറായിയുടെ പ്രസംഗമാണ്. പിണറായി വന്നൊരു പ്രസംഗിച്ചിട്ട് പോയാൽ നിലവിലുള്ള വോട്ട് കുറയുന്ന അവസ്ഥയാണുള്ളത്. ഇങ്ങനൊരു ഗതികേട് വേറൊരു മുഖ്യമന്ത്രിക്ക് ഇതിനു മുമ്പുണ്ടായിട്ടില്ല. പിണറായി ചെന്നോ വോട്ട് പോയി, വോട്ട് നഷ്ടപ്പെട്ട അവസ്ഥയായി.
സഖാക്കൾ എങ്ങനെയെങ്കിലും പിണറായി വരുത്താതിരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ താനാണ് രാജാവ്, താനാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് വിചാരിക്കുന്ന പിണറായി എല്ലായിടത്തും ചെല്ലുകയാണ്. ചെല്ലുന്നിടത്തെല്ലാം വെറുപ്പിച്ചിട്ട് പോരുന്നു, ഉള്ള വോട്ട് നഷ്ടപ്പെടുത്തുന്നു. ഈ പാർട്ടിയിൽ വലിയ ഭിന്നത രൂപപ്പെട്ട് വരുന്നുണ്ട്. ഒന്ന് പിണറായിയാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത്, ഇപ്പോഴിതാ പിണറായിയുടെ സാന്നിധ്യം തന്നെ വോട്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്ഥാനാർത്ഥികൾക്ക് പിണറായി പേടിയാണ്. വിളിച്ചില്ലേലും കുഴപ്പം, വിളിച്ചാലും കുഴപ്പം. പരമാവധി പിണറായിയുടെ ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് അത്ര എളുപ്പമായ പണിയല്ല. എന്തായാലും പിണറായി ഒരു തലവേദനയായി മാറിയിരിക്കുന്നു CPM-നെ. ഈ തെരഞ്ഞെടുപ്പിലെ CPM-ന്റെ തോൽവിയുടെ ഏക കാരണമായി പിണറായി മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല.